കാണാതാവുന്നതിന് തൊട്ട് മുൻപ് മാമിയെ ഒരു പെൺകുട്ടിക്കൊപ്പം ബീച്ചിൽ കണ്ടുവെന്ന് രജിത് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ഇരുവരും അടുത്തിടപഴകുന്നതാണ് കണ്ടത്. ഭാര്യമാരോ ബന്ധുക്കളോ അല്ല. കാണാതായ ദിവസം തന്നെ പരാതി നൽകിയതിൽ അസ്വാഭാവികതയുണ്ട്. വൻ തോക്കുകളെ ഒഴിവാക്കി അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് തന്നിൽ മാത്രമാണെന്നും മാമിയുടെ ഡ്രൈവർ രജിത് പറയുന്നു. അവർ രാജീവന്റെ കൂടെയാണ് ഞാൻ പോയിട്ട് അന്നത്തെ സ്ത്രീയോട് പറഞ്ഞത്, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ബീച്ചിൽ ഞാനൊരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്, ഇയാൾ കൂടെ, ഇയാൾ ആരാന്നറിയില്ല അന്നാ പറഞ്ഞത്. കാറിൽ വെച്ച് കണ്ടതാണ്? അല്ല, കാറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു, ബീച്ചിന്റെ പുറത്ത്. ആ പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. അല്ല, പെൺകുട്ടിയാണ്? പെൺകുട്ടിയാണ്, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഒരു പർദ്ദ മോം മറച്ചുള്ള ഒരു സ്ത്രീ കുട്ടിയാണ്. എന്തായാലും മുമ്പ് അത്ര അടുത്താണ് നിന്നത്, അടുത്താണ് നിന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, മാമിയുടെ ഡ്രൈവർ ആയിരുന്നു രജിത് കുമാർ. ഇപ്പോൾ അന്വേഷണം വരുന്നതും രജിത് കുമാറിലേക്കാണ്. എന്താണ് ഇപ്പോൾ രജിത് ഇങ്ങനെ പറയാൻ കാരണം? ഇതിൽ വിശ്വാസ്യതയുള്ളതാണോ? ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുള്ളതാണോ? മഞ്ജുഷ്, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രജിത്തിനെ ചോദ്യം ചെയ്തു വരികയാണ്. ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സമ്മർദ്ദം താങ്ങാനാവാതെ താൻ ആത്മഹത്യ ചെയ്യാനായി ഗുരുവായൂരിലേക്ക് പോയി എന്നടക്കം പറഞ്ഞിരുന്നു. 2 ദിവസം രജിത്തിനെ കാണാനില്ലായിരുന്നു. ഇന്നലെ പോലീസ് കണ്ടെത്തുകയും വൈകിട്ട് കോഴിക്കോട് എത്തിച്ച ശേഷം കുടുംബത്തിനൊപ്പം വിടുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ മാമിയുടെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങളുമാണ് ഈ കാണാതാകലിന് പിന്നിലെന്ന് രജിത്ത് ആരോപണം ഉന്നയിക്കുന്നത്. ഒരു പെൺകുട്ടിയോടൊപ്പം കാണാതാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബീച്ചിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അതിനു മുമ്പ് ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളതല്ല. മറ്റൊന്ന്, ഈ മാമിയെ കാണാതാവുന്ന അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാൾ പോലീസിൽ പരാതി നൽകുന്നു. പതിവായി ദീർഘദൂര യാത്രകൾ പോവുകയും പല കുടുംബങ്ങളിലായി മാറി താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അന്ന് തന്നെ പരാതി നൽകാൻ എന്താണ് ചേതവികാരം ഉണ്ടായത്? ഇതിൽ അസ്വാഭാവികത ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തെ കാണാതാവുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് പോയ അവസാന സന്ദേശം ഹൈദരാബാദിലുള്ള ഭാര്യയ്ക്കായിരുന്നു. അൻവർ എന്നയാളെ വേഗം ബന്ധപ്പെടണം എന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നുവെന്നും രജിത് കുമാർ പറയുന്നു. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പോലീസ് അന്വേഷിക്കാതെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളിലേക്കോ ബിസിനസ് കാര്യങ്ങളിലേക്കോ പോകാതെ തന്നെ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് പൊതുജനമധ്യത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്തൊരു അവസരമാണ് സംജാതമായിരിക്കുന്നതെന്നും രജിത് കുമാർ പറയുന്നു. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.